ഇത് മാസ് മോട്ടോഴ്സ് എന്നാണ് ഹോണ്ട ആക്റ്റീവ 125 വണ്ടി നമ്മൾ സ്റ്റാർട്ടിംഗ് കംപ്ലൈൻ്റ് ആയിട്ട് എടുത്തുകൊണ്ട് നടന്നുണ്ടോ. അപ്പോൾ നിലവിൽ നമ്മൾ കുറച്ച് ദിവസങ്ങൾ മുമ്പ് അതിൻ്റെ ഹെഡ് ഡീകാർബണൈസിംഗ് ഒക്കെ ചെയ്തിരുന്നതാണ്. അപ്പോൾ ഇപ്പോഴത്തെ കംപ്ലയിൻറ്റിൻ്റെ കാരണം നമുക്ക് ഈ കാർബറേറ്ററിനകത്തേക്ക് പെട്രോൾ സപ്ലൈ കട്ടായതാണ്. അതിൻ്റെ മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ ടാങ്കിൽ നിന്ന് കാർബറേറ്ററിലേക്ക് വരുന്ന ഫ്യൂൽ ലൈനിൽ ചെറിയൊരു ബ്ലോക്ക് വന്നതാണ് കേട്ടോ. അപ്പോൾ നിലവിൽ ഞാൻ ആ ഫ്യൂൽ ലൈൻ കറക്റ്റ് ചെയ്ത് ക്ലിയർ ചെയ്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ പ്രോബ്ലം എന്ന് വെച്ചാൽ സ്കൂട്ടർ മോഡലിൻ്റെ വണ്ടിയുടെ എന്ന് വെച്ചാൽ ഈ പെട്രോൾ ടാപ്പ് എന്ന് പറഞ്ഞാൽ ഏറ്റവും ഇൻസൈഡ് ചെയ്യുന്നതായിട്ടാണ്. അത് ശരിക്കും പറഞ്ഞാൽ ഒരു അലുമിനിയം ബോഡി, അലുമിനിയമാണ് അതിൻ്റെ മെറ്റീരിയൽ അത് നിർമ്മിച്ചേക്കണത്. അപ്പോൾ അത് ഇപ്പോഴത്തെ പെട്രോൾ E20 പെട്രോളും തമ്മിലുള്ള കെമിക്കൽ റിയാക്ഷൻസ് മൂലം ബ്ലോക്ക് ആയേക്കണതായിരിക്കാം. ഞാനിപ്പോൾ ഫ്യൂൽ ലൈൻ കറക്റ്റ് ചെയ്തിട്ടുണ്ട്. റിപ്പീറ്റ് ഇതേപോലെ കംപ്ലയിൻറ്റ് കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇനിയിപ്പോൾ നമുക്കത് ഐറ്റം മാറ്റി കളയേണ്ടതായിട്ട് വരും കേട്ടോ. കാരണം ഇപ്പോഴത്തെ പ്രോബ്ലം സോൾവ് ചെയ്തിട്ടുണ്ട്. പിന്നെ പ്രശ്നം ഇപ്പോൾ കാണിച്ചിട്ടൊന്നുമില്ല, നമുക്ക് ക്ലിയർ ചെയ്തിട്ടുണ്ട്. ഇനി കാണിക്കുകയാണെങ്കിൽ നമുക്കതൊന്ന് അഴിച്ച് മാറ്റി കളയാം. ഏകദേശം ഒരു 400-450 നമുക്ക് അതിന് ചിലവുണ്ട്. പൈപ്പ് ഇതിന് മാത്രം, ഫ്യൂലിൻ്റെ ടാപ്പിന് മാത്രം. പിന്നെ ആ പെട്രോൾ പൈപ്പും കൂടി കൂട്ടത്തിൽ കൂടെ മാറ്റേണ്ടി വരും. ഏകദേശം ഒരു 40 രൂപ ആ റേഞ്ചൊക്കെ വരും. അപ്പോൾ ഇപ്പോഴത്തെ കണ്ടീഷനിൽ ക്ലിയർ ചെയ്തിട്ടുണ്ട്. ഇനി റിപ്പീറ്റൊക്കെ വന്നൊന്നുമില്ല. ഒരു പക്ഷേ വന്നാൽ ഈ പറഞ്ഞ രീതികളെ നമുക്കതൊന്ന് മാറ്റി കളയാം. കാരണം ഇപ്പോൾ നമ്മുടെ പെട്രോളിൻ്റെ പ്രോബ്ലംസാണ് മെയിനായിട്ടത്. കാർബറേറ്റർ കംപ്ലയിൻറ്റ് വരാം, ഫ്യൂലിൻ്റെ ടാപ്പ് കംപ്ലയിൻറ്റ് വരാം. അതൊക്കെയാണ് ഇപ്പോഴത്തെ പെട്രോൾ ഉപയോഗിക്കുമ്പോൾ വന്ന മിസ്റ്റേക്ക്. E20 പെട്രോൾ എന്ന് പറയും, എത്തനോളാണ് 20%. അതിൻ്റെ ഒരു കെമിക്കൽ റിയാക്ഷൻസാണ്. ഓക്കെ, അപ്പോൾ ആ ഭാഗം ക്ലിയർ ചെയ്തിട്ടുണ്ട്.